as I call on your name, as I call on your name. തകർച്ചകൾ മുഴുവൻ നന്മയായി മാറാൻ തുടങ്ങുക. പ്രതിബന്ധങ്ങൾ മുഴുവൻ അത്ഭുതമായി മാറാൻ തുടങ്ങുക. Holy Spirit rain, falling like a flood, break upon my praise as I sing of your love. Holy Spirit fire, burn within my soul as I call on your name, as I call on your name, as I call on your name, Jesus, as I call on your name, Jesus, Lord, as I call on your name, Jesus, as I call on your name, Jesus, as I call on your name, Jesus, as I call on your name. എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെന്ററിൻ്റെ ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ എന്ന TV പ്രോഗ്രാമിലേക്ക് ഞങ്ങൾ നിങ്ങളെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ എനിക്ക് പരിശുദ്ധാത്മാവ് കൈമാറിയൊരു ദൂത് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കാൻ തുടങ്ങുകയാണ്. വേദപുസ്തകം തുറക്കാം. 126 സങ്കീർത്തനത്തിൻ്റെ 5-6 വാക്യങ്ങൾ ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി നമുക്ക് വായിക്കാം. 126 സങ്കീർത്തനം 5-6 വാക്യങ്ങൾ. വേദപുസ്തകം പറഞ്ഞു തുടങ്ങുകയാ, ഒരു വീടിനകത്ത് ഒറ്റപ്പെട്ട ചെറുപ്പക്കാരൻ. ആ വീട്ടിൽ നല്ലൊരു ചടങ്ങ് നടന്നാൽ ഈ ചെറുപ്പക്കാരനെ അവൻ്റെ വീട്ടിൽ വിളിക്കാറില്ല. ആ ചെറുപ്പക്കാരൻ വേദപുസ്തകത്തിനകത്ത് എഴുതി, കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. എന്നും പ്രാർത്ഥിക്കുന്നവന് കണ്ണുനീരായിരിക്കുകയില്ല, ആരാധിക്കുന്നവൻ എന്നും കണ്ണുനീരായിരിക്കുകയില്ല. നിനക്ക് ഒരാർപ്പുണ്ട്. ഉറപ്പുള്ളവര് കരമുയർത്തി സ്വത്രം പറഞ്ഞേ. എന്നും നിനക്ക് വിലാപമല്ല, ഈ വിലാപം നൃത്തമായി മാറും. എന്നും നിനക്ക് സങ്കടമല്ല, ഈ സങ്കടം അത്ഭുതമായി മാറും. ഈ തകർച്ച ഉയർച്ചയായി മാറും. ഈ ഒറ്റപ്പെടൽ അത്ഭുതമായി മാറും. ഈ തകർച്ച ദൈവത്തിന്റെ പ്രവൃത്തിയായി മാറും. ദാവീദ് പറയുക, കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. വിത്ത ചുമന്ന് കരഞ്ഞും വിതച്ചും കൊണ്ട് നടന്നു, കറ്റ ചുമന്ന് ആർത്തും കൊണ്ടുവരുന്നു. പോയത് കരച്ചിലോടെ, മടങ്ങി വരുന്നത് ആർപ്പോടുകൂടെ. ഇന്ന് രാവിലെ നിന്റെ വിലാപത്തിനും ആർപ്പിനും നടുവിൽ ഒരു വിത നടക്കാൻ പോകുകയാ. ഈ ആരാധനാലയത്തിന് അകത്ത് നിന്റെ വിലാപത്തിനും നിന്റെ ആർപ്പിനും ഇടയിൽ ഒരു വിത നടക്കാൻ പോകുകയാ. ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം, നിങ്ങൾ വിതയ്ക്കണം. വിതയ്ക്കണം. ചേർന്ന് പറഞ്ഞേ, വിതയ്ക്കണം. എന്തൊക്കെ വിതയ്ക്കാം? നിങ്ങൾക്ക് എന്തും വിതയ്ക്കാം. അനുഗ്രഹം വിതയ്ക്കാം, ശാപം വിതയ്ക്കാം, അവിശ്വാസം വിതയ്ക്കാം, തകർച്ച വിതയ്ക്കാം, രോഗം വിതയ്ക്കാം. അവൻ എന്തു വേണമെങ്കിൽ നിങ്ങൾക്ക് വിതയ്ക്കാം. നിങ്ങൾ വിതയ്ക്കുന്നത് കിളിർക്കും. ഒന്ന് കരമുയർത്തി സ്വത്രം പറഞ്ഞേ. നിങ്ങൾ വിതയ്ക്കുന്നത് കിളിർക്കും. നിങ്ങൾ വിതയ്ക്കുന്ന സ്ഥലത്തത് കിളിർത്തുകൊണ്ടേയിരിക്കും. ഞാൻ ആ പ്രഭാഷണം ഒന്ന് മുന്നോട്ട് തുടരുകയാ. എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? നിങ്ങളോട് ഞാൻ പരിശുദ്ധാത്മാവിൽ ദൂത് പറയുകയാ, ഒരിക്കലും അവിശ്വാസം വിതയ്ക്കല്ല്, ഒരിക്കലും ശാപം വിതയ്ക്കല്ല്, ഒരിക്കലും നശിക്കുമെന്ന് വിതയ്ക്കല്ല്. അത്ഭുതങ്ങൾ വിതയ്ക്കണം. ഒരു പക്ഷെ മെഡിക്കൽ റിപ്പോർട്ട് നിങ്ങൾക്കെതിരായിരിക്കും, പക്ഷെ ദൈവം നിങ്ങൾക്ക് അനുകൂലമാണ്. നിങ്ങൾക്ക് എന്തൊക്കെ എതിരാണെങ്കിലും നമ്മുടെ കർത്താവ് നിങ്ങൾക്ക് അനുകൂലമാണ്. എങ്ങനെ വിതയ്ക്കാം? വാക്കുകൊണ്ട് വിതയ്ക്കാം.
എങ്ങനെ വിതയ്ക്കാം? വാക്കുകൊണ്ട് വിതയ്ക്കാം. നിങ്ങൾ എന്തു വിതച്ചാലും അത് കിളിർക്കും. ഇവിടെ ഇരുന്ന് നിങ്ങൾക്ക് അത്ഭുതം വിതയ്ക്കാം. നിങ്ങളുടെ വീടിനെ നോക്കി അത്ഭുതം പറയാം. നിങ്ങളുടെ ശരീരത്തെ നോക്കി അത്ഭുതം പറയാം. നടക്കാൻ വയ്യാത്ത ആളുകൾ പറഞ്ഞു തുടങ്ങുക, എന്റെ വീട്ടിൽ ഒരു അത്ഭുതം നടക്കാൻ പോകുക. തലമുറ പഠിക്കുന്നില്ലെങ്കിൽ പറഞ്ഞു തുടങ്ങുക, എന്റെ കുടുംബത്തിൽ ഒരു അത്ഭുതം നടക്കാൻ പോകുക. എന്നാ കാര്യമെന്നറിയാമോ? എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ കരുത്തുള്ളൊരു ദൈവം എനിക്കുണ്ട്. നിങ്ങൾ വിതയ്ക്കുന്നത് കൊയ്യും. ആമീൻ പറഞ്ഞില്ലേ? എന്തു വിതയ്ക്കുന്നോ അത് കൊയ്യും. എന്ത് വിതയ്ക്കുന്നോ അത് കൊയ്യും. ഒരു ദിവസം ഒരു രാജ്യം മുഴുവൻ ക്ഷാമത്തിന്റെ അന്തരീക്ഷത്തിൽ, ക്ഷാമം ഇങ്ങനെ കൊടികുത്തി വാഴുകയാണ്. അവിടെ ഭക്ഷണം കഴിക്കാൻ ആളുകൾക്ക് ഭക്ഷണമില്ല. ആ രാജ്യം മുഴുവൻ ക്ഷാമം കൊണ്ട് കൊടുമ്പിരി കൊണ്ട് നിൽക്കുകയാ. ഒരു വല്ലാത്ത കാലഘട്ടം. ആ കാലഘട്ടത്തിന്റെ നടുവിൽ ഒരു കർത്തൃദാസൻ പടിവാതിക്കൽ നിന്നുകൊണ്ടൊരു പ്രവചനം വിതച്ചു. ആ പ്രവചനം ഇങ്ങനെയാണ്: നാളെ ഈ നേരത്ത് ശമരിയുടെ പടിവാതിക്കൽ ശേക്കേലിന് 1 സയ ഗോതമ്പ് മാവും ശേക്കേലിന് 2 സയ ഏവവും വിൽക്കും. ക്ഷാമമാണ്, മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, പ്രതിസന്ധിയാണ്, ആളുകൾക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. ആ രാജ്യം മുഴുവൻ ക്ഷാമത്തിൽ കൊടുമ്പരി കൊണ്ട് നിൽക്കുകയാ. പക്ഷെ പ്രവാചകൻ പ്രവചനം വിതച്ചു: നാളെ ഈ നേരത്ത് ഈ പടിവാതിക്കൽ ഒരു കൊയ്ത്തു നടക്കാൻ പോവാ. തകർച്ചയുള്ള വീടിനെ നോക്കി ഞാൻ പ്രവചിക്കുക, നിനക്കൊരു കൊയ്ത്ത് നടക്കാൻ പോവാ. തകർച്ചയുള്ള നിന്റെ കുടുംബത്തെ നോക്കി ഞാൻ പറയുക, നിനക്കൊരു കൊയ്ത്ത് നടക്കാൻ പോവുക. സങ്കടമുള്ള നിന്നെ നോക്കി ഞാൻ ദൂത് പറയുക, ഒരു കൊയ്ത്ത് നടക്കാൻ പോവുക. അതേറ്റെടുക്കുന്നവർ 2 കരങ്ങളും അടിച്ച് കർത്താവിനൊരു നന്ദി പറഞ്ഞ്, എന്നും നിന്റെ ജീവിതം സങ്കടത്തിലല്ല, എന്നും നിന്റെ ജീവിതം വിലാപത്തിലല്ല, നിനക്കൊരു കൊയ്ത്ത് നടക്കാൻ പോവുക. പ്രവാചകന്റെ പ്രവചനം ഇങ്ങനെയാണ്: നാളെ ഈ നേരത്ത് ശമരിയുടെ പടിവാതിക്കൽ ശേക്കേലിന് 1 സയ ഗോതമ്പ് മാവും ശേക്കേലിന് 2 സയ യവവും വിൽക്കും. ദൂതിതാണ്. ദൂത് പറഞ്ഞു തീർന്നപ്പോൾ രാജാവിന്റെ അസിസ്റ്റന്റ്, രാജാവിന് കൈത്താങ്ങൽ കൊടുക്കുന്ന അകമ്പടി നായകൻ പറഞ്ഞു: സത്യമാണ്, പക്ഷേ സ്വർഗത്തിലെ ദൈവം ആകാശത്ത് കിളിവാതിൽ വെച്ചാലും നടക്കത്തില്ലെന്ന് പറയാൻ എളുപ്പമാണ്. രോഗം മാറത്തില്ലെന്ന് പറയാൻ എളുപ്പമാണ്. ചാകും എന്ന് പറയാൻ എളുപ്പമാണ്. ആത്മഹത്യ ചെയ്യാൻ എളുപ്പമാണ്. പക്ഷെ അത്ഭുതം നടക്കുമെന്ന് പറയാൻ വിശ്വാസം വേണം. 2 വിധയെക്കുറിച്ചാണ് ഇന്ന് രാവിലെ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. നിങ്ങൾ ശ്രദ്ധയോടെ ആയിരിക്കണം. 2 വിധയെക്കുറിച്ചാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഏലിശ അത്ഭുതം വിതച്ചു. ഒരാമീൻ പറഞ്ഞേ. അത്ഭുതം വിതച്ചു. നിങ്ങൾക്ക് എന്തും വിതയ്ക്കാം. ഏലിശ അത്ഭുതം വിതച്ചു. ഒന്ന് പറഞ്ഞേ. നിങ്ങളുടെ തകർന്നു പോയ കടയിൽ അത്ഭുതം വിതയ്ക്കാം. തലതെറ്റിപ്പോയ കുഞ്ഞിന്റെ അകത്ത് അത്ഭുതം വിതയ്ക്കാം. നിന്റെ രോഗമുള്ള ശരീരത്തിൽ അത്ഭുതം വിതയ്ക്കാം. ഏലിശ അത്ഭുതം വിതച്ചു. അകമ്പടി നായകൻ പറഞ്ഞു: ആകാശത്തിൽ, സ്വർഗത്തിലെ ദൈവം ആകാശത്തിൽ കിളിവാതിൽ വെച്ചാലും നടക്കത്തില്ല. ഏലിശ പറഞ്ഞു: സത്യമാ, പക്ഷെ ഞങ്ങളുടെ ദൈവമാരാന്ന് എനിക്കറിയാം, എന്റെ ദൈവമാരാന്ന് എനിക്കറിയാം. ഈ പ്രപഞ്ചതലങ്ങളെ മുഴുവൻ വാരി നിരത്തി പേര് വിളിച്ചവൻ, അണ്ടകടകത്തിൽ തങ്ങിക്കൊണ്ട് നിൽക്കുന്ന താഴെ സമുദ്രങ്ങളെ വാരി നിരത്തി പേര് വിളിച്ച ദൈവം, സമുദ്രത്തിലെ വെള്ളത്തെ മുഴുവൻ ഉള്ളംകൈയിൽ കോരിയെടുക്കാൻ കരുത്തുള്ള ദൈവം, ഭൂമിയിലെ പൊടിയെ നാഴിയിൽ കൊള്ളിക്കാൻ കരുത്തുള്ള ദൈവം, ആകാശത്തെ ചാടുകൊണ്ട് അളക്കാൻ കരുത്തുള്ള ദൈവം. ഈ ദൈവം പോലെ നിനക്ക് അത്ഭുതം ചെയ്യാൻ, ഈ ദൈവം പോലെ നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ. ഇന്ന് രാവിലെ അവൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോവുക. ഇന്ന് രാവിലെ നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോവുക.
വിശ്വാസമുള്ളവരുണ്ട്, കരമുയർത്തി സ്വത്രം പറഞ്ഞു. ഇന്ന് രാവിലെ നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കാൻ പോവാ. ഞാനൊരു പ്രവചന ദൂതായി പറയുന്നത്, നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കാൻ പോവുക. ശാപം നിറഞ്ഞ നിന്റെ വീടിനകത്ത് ഇന്ന് രാവിലെ ഒരു കൊയ്ത്ത് വെളിപ്പെടാൻ പോവുക. അസമാധാനം നിറഞ്ഞ നിന്റെ വീട്ടിൽ ഒരു കൊയ്ത്ത് വെളിപ്പെടാൻ പോവുക. മെഡിക്കൽ റിപ്പോർട്ട് എതിരായ നിനക്ക് ഒരു കൊയ്ത്ത് വെളിപ്പെടാൻ പോവുക. കടഭാരം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന നിനക്ക് അകത്തഭിഷേകമുള്ള ദൈവമക്കൾ ഇന്ന് രാവിലെ ദൈവത്തിന് നന്ദി പറഞ്ഞ് നിനക്കൊരു കൊയ്ത്ത് വെളിപ്പെടാൻ പോവുക. നിനക്കൊരു കൊയ്ത്ത് വെളിപ്പെടാൻ പോവുക. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. നിങ്ങളുടെ വീട്ടിൽ അത്ഭുതം നടക്കുമെന്ന് പറഞ്ഞ്, സഭയിൽ അത്ഭുതം നടക്കുമെന്ന് പറഞ്ഞ്, എന്റെ കുടുംബത്തിൽ അത്ഭുതം നടക്കുമെന്ന് പറഞ്ഞ് പിശാച് കൊണ്ടുപോയതല്ല. ഇന്ന് രാവിലെ തിരിച്ചു പിടിക്കാൻ നിന്റെ മേൽ ഒരു അത്ഭുതം നടക്കാൻ പോവാ. സഹോദരന്മാരെ, ഒരു അത്ഭുതം നടക്കാൻ പോവാ. വിശ്വസിക്കുന്നവരോ കരമുയർത്തി ശക്തിയോടെ ഹല്ലേലൂയ. എലീശ പ്രവചനം വിതച്ചു. എന്താ പ്രവചനം? നാളെ ഈ നേരത്ത് ശേക്കെലിന് 1 സയ ഗോതമ്പ് മാവും ശേക്കെലിന് 2 സയ യവവും വിൽക്കും. വേറെ ഒരാളൊന്ന് വിതച്ചു. എന്നാ വിതച്ചെന്നറിയോ? അവിശ്വാസം. എലീശ വിതച്ചത് വിശ്വാസം. അകമ്പടി നായകൻ വിതച്ചത് അവിശ്വാസം. നിങ്ങൾ അത്ഭുതം വിതച്ചാൽ എലീശയുടെ കൂട്ടത്തിൽ, അവിശ്വാസം വിതച്ചാൽ അകമ്പടി നായകന്റെ കൂട്ടത്തിൽ. നിങ്ങൾക്ക് ഒന്നുകിൽ അത്ഭുതം വിതയ്ക്കാം, പറഞ്ഞേ അത്ഭുതം വിതയ്ക്കാം. വേണമെങ്കിൽ അവിശ്വാസം വിതയ്ക്കാം. നിങ്ങൾ വിതയ്ക്കുന്നത് എന്തോ അത് കിളിർക്കും. ഡൈവോഴ്സ് ചെയ്യുമെന്ന് വിതയ്ക്കുന്നതെങ്കിൽ അത് നടക്കും. എനിക്ക് ചില ആളുകൾക്ക് ചെറിയ തലവേദന ഏതിലേക്കൂടെയും പോയാൽ അവര് പറയും, അവര് വിതയ്ക്കും ഇത് ക്യാൻസറാ. ഷുഗർ 650 ഉറപ്പായിട്ടും കാല് തളരും. എൻ്റെ കുഞ്ഞെ കാല് തളരും. ഒരു സ്വത്രം പറ. നീയാ പറഞ്ഞ തളരുമെന്ന് പറഞ്ഞേ. ഷുഗർ 650 ഉണ്ടെങ്കിലും യേശുവിൽ ഞാൻ ജീവിക്കും. ശരീരം മൊത്തം രോഗമുണ്ടെങ്കിലും വിളിച്ചു പറ, എന്റെ യേശു അത്ഭുതത്തിന്റെ ദൈവമാണ്. മുട്ടിന് വേദനയാണെങ്കിലും വിളിച്ചു പറഞ്ഞേ, ആയുസ്സുള്ളിടത്തോളം കാലം ഞാൻ ആരോഗ്യത്തോടെ നടക്കും. കരമുയർത്തി ഹല്ലേലൂയ പറ. എവിടൊക്കെ സാമ്പത്തിക മാധ്യമുണ്ടെങ്കിലും നമ്മുടെ അപ്പച്ചന്റെ ബാങ്കിൽ പുരാതന സമ്പത്തിന് കുറവില്ല. കരമടിച്ച ദൈവത്തിനൊരു ഹല്ലേലൂയ. എയർ ഇന്ത്യ പണിമുടക്കിയാലും ആര് പണമുടക്കിയാലും നമ്മുടെ അപ്പച്ചന്റെ ബാങ്കിൽ സമ്പത്തിന് കുറവില്ല. തുടർന്നോട്ടെ, ഞാൻ മുന്നോട്ട്. നിങ്ങൾക്ക് 2 കാര്യം ചെയ്യാം. 1 അത്ഭുതം വിതയ്ക്കാം, 2 അവിശ്വാസം വിതയ്ക്കാം. നിങ്ങൾ ഏത് കൂട്ടത്തിലാണ്? അത്ഭുതം വിതയ്ക്കുന്ന കൂട്ടത്തിലാണോ അതോ അവിശ്വാസം വിതയ്ക്കുകയാണോ? ഇന്നുവരെ അവിശ്വാസം വിതച്ചിട്ടുണ്ടെങ്കിൽ നിർത്തുക, വിശ്വാസം വിതയ്ക്കുക. പരിശുദ്ധാത്മാവ് എന്നോട് പറയുക, നീ മരിക്കാൻ തീരുമാനിച്ചവളാ. നിന്റെ വീട്ടിൽ കുടുംബമായിട്ട് ഒരു മരണം നടക്കുമെന്ന് നിനക്കെതിരെ പിശാച് പറഞ്ഞ കർത്താവ് എന്നോട് പറയുക, നിനക്ക് വേണ്ടി ഒരു അത്ഭുതം നടക്കാൻ പോവാ. ദൈവത്തിന്റെ ഒരു പ്രവൃത്തി നിന്റെ കുടുംബത്തിൽ ഉണ്ടാകാൻ തുടങ്ങുക. ഭീമമായ കടബാധ്യതയുണ്ട് വീട്ടിൽ ഉണ്ട്. മരിക്കാൻ വേണ്ടി ഒരു പ്രാവശ്യം തീരുമാനിച്ചതാ ജീവിതത്തിൽ. പക്ഷെ ദൈവാത്മാവ് ഇന്ന് പകൽ പറയുക, നീ മരിക്കുകയല്ല, നിന്റെ വീട്ടിൽ ഒരു അത്ഭുതം നടക്കാൻ വേണ്ടി പോകുക. കരമൊന്നടിച്ച് ദൈവസഭ ദൈവത്തിന് നന്ദി പറഞ്ഞ് പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ എന്നോട് പറയുക, ഇവരുടെ ഭവനത്തിലെ ഭീമമായ ബാധ്യതകളെ ഈ രാവിലെ പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റാൻ പോകുക. എല്ലാരും കൂടെ കരമടിച്ച് അന്യഭാഷകളെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞ് എഴുന്നേറ്റ് വാ. ഈ മോള്, നീ ആരാ? അമ്മയാ, മോടമ്മയാ. നീ ഭയങ്കര മിടുമിടിക്കുക. നീ പാടും ഏറ്റവും ബെസ്റ്റായിട്ട്. പാട്ട് പാടുമോ? പാടും. നീ പാടി അരങ്ങേറിയിട്ടുണ്ടോ? ഉണ്ട്. യേശുവിന് വേണ്ടി പാടാൻ പോവാ. ഒന്ന് കരമടിച്ച ദൈവത്തിന് സ്വത്രം പറഞ്ഞ് എന്നോട് പരിശുദ്ധാത്മാവ് പറയുക, ദൈവരാജ്യത്തിന് വേണ്ടി പാടാൻ ദൈവം നിന്നെ അധികാരപ്പെടുത്താൻ പോകുക. ചേച്ചിയോട് ഞാനൊരു കാര്യം പറയുക, നിങ്ങളുടെ വീട്ടിൽ
വിൽക്കാൻ കിടക്കുന്ന വസ്തു വിൽക്കാൻ പോവാ. ഒന്ന് കരമടിച്ചു ദൈവത്തിന് സ്വത്രം പറഞ്ഞ്. ഒത്തിരി ബ്രോക്കർമാരെ അന്വേഷിച്ചിട്ടുണ്ട്, പക്ഷേ ദൈവത്തിന്റെ ആത്മാവനോട് പറയുക, കുരുങ്ങിക്കിടക്കുന്ന ആ വസ്തു ഇന്ന് പകൽ വിൽക്കാൻ തുടങ്ങുന്നത് പോലെ ദൈവത്തിന്റെ കരത്തിന്റെ വല്ലഭത്വം ഇവർക്ക് വേണ്ടി വ്യാപരിക്കാൻ തുടങ്ങുകയാ. ഞങ്ങൾ ആദ്യമായിട്ട് കാണുക കേട്ടോ, എനിക്കറിയത്തില്ല ഈ ആളാരാന്ന്. പക്ഷെ പരിശുദ്ധാത്മാവ് എന്നോട് പറയുക, ഇവരുടെ വീട്ടിൽ അത്ഭുതങ്ങൾ നടക്കാൻ പോവാ. ഇവരുടെ വീട്ടിൽ ദൈവത്തിന്റെ പ്രവൃത്തി നടക്കാൻ പോകുകയാ. കരമടിക്കാൻ കഴിയുന്നവരൊന്ന് കരമടിച്ച് അന്യഭാഷയിലൊന്ന് തുടർന്ന്. ഇന്ന് രാവിലെ അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഇന്ന് രാവിലെ അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ്. അവൻ മാറാത്ത ദൈവമാണ്. അവൻ ബന്ധനങ്ങളെ അടിക്കുന്ന ദൈവമാണ്. മറ്റൊരാളുടെ സഹായം കൂടാതെ എനിക്ക് ഒരു ചുവട് മുൻപോട്ട് വയ്ക്കാൻ പറ്റുമെന്നോ പുറം ലോകത്തെ കാണാൻ കഴിയുമെന്നോ ഒരിക്കലും ഞാൻ കരുതിയതല്ല. തലയ്ക്കൊരു വേദന പോലുണ്ടായി. എൻ്റെ ഒരു സൈഡ് പെട്ടെന്ന് ഇരുണ്ടുപോയി. അത് ചെക്ക് ചെയ്യാൻ വേണ്ടി പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിലാണ്, ഇവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ആദ്യമായി ചെന്നു. അവിടുന്ന് തന്നെ എറണാകുളത്തേക്ക് റെഫർ ചെയ്തു. ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ഐ റിസർച്ച് സെൻറ്റർ ഗിരിധർ ഐ ഹോസ്പിറ്റലിൽ ചെന്ന് ഞാൻ ചെക്ക് ചെയ്തു. അവര് ഏകദേശം 16ഓളം പെൻഡക്കം ടെസ്റ്റുകൾ എൻ്റെ കണ്ണിനെടുത്തു. കണ്ണിൻ്റെ റെറ്റിനയ്ക്ക് 3 എടുത്തായിട്ട് ഹോള് കാണുന്നുണ്ട്. അവർ പറഞ്ഞു 3 ദിവസം മാക്സിമം അതിനുള്ളിൽ എത്രയും പെട്ടെന്ന് സർജറി ചെയ്തേ പറ്റൂ. ബട്ട് അതിനുള്ള എക്യുപ്മെന്റ്സ് ഇവിടെയില്ല. സോ എത്രയും കഴിയുന്ന അത്രയും പെട്ടെന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റലായ മധുരൈ അരവിന്ദ് ഐ ഹോസ്പിറ്റലിലേക്ക് പോകണമെന്ന് പറയാനിടയുണ്ടായി. ഞാനും എൻ്റെ സഹോദരനും എൻ്റെ പപ്പയും കൂടി മധുരയിൽ അരവിന്ദിലേക്ക് കടന്നുപോയി. ആ ഒരു ദിവസം മൊത്തം ഏകദേശം 14-15ഓളം ഡോക്ടർമാർ എന്നെ പരിശോധിച്ചു. 63ഓളം പെൻഡക്കം ടെസ്റ്റുകൾ ആ ഒരൊറ്റ ദിവസം എൻ്റെ കണ്ണിന് അവരെടുത്തു. ടെസ്റ്റുകൾക്കൊക്കെ ശേഷം അവിടുത്തെ ഏറ്റവും സീനിയർ സർജൻ വിളിപ്പിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു, ഇന്ത്യയിലെ ആദ്യത്തെ ഹോസ്പിറ്റലാണ് ഞങ്ങളുടെ ഹോസ്പിറ്റൽ. ഇത്രയും ചരിത്രത്തിൽ ഇത്രയും നാളിനകം ഇങ്ങനെ ഒരു കേസ് ആദ്യമായിട്ടാണ്. നേരത്തെ 3 ഹോൾ ഉണ്ടെന്ന് പറഞ്ഞത് അവർ പറഞ്ഞു 5ഓളം ഹോളുകൾ റെറ്റിനയ്ക്ക് കാണുന്നു. വലത്ത് കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു. ഇടത് കണ്ണിന്റെ കാഴ്ച 60% നഷ്ടപ്പെട്ടിട്ട് 40% കാഴ്ച മാത്രമേ ബാക്കിയുള്ളൂ. അവർ പറഞ്ഞു മാക്സിമം 7 ദിവസം അതിനുള്ളിൽ പൂർണ്ണമായിട്ട് അന്ധനായിട്ട് ഈ കുട്ടി മാറും. അവർ പറഞ്ഞു 2 ഓപ്ഷൻ നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ വെച്ച് തരാം. ഒന്നുകിൽ കണ്ണ് മാറ്റിവെക്കണം. മാറ്റിവെച്ചാൽ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നറിയാത്തത് കൊണ്ട് മാറ്റിവെക്കുന്ന കണ്ണിനും ഇതേ അവസ്ഥ തന്നെ ഉണ്ടാവും. പിന്നീട് തലയ്ക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, അതുകൊണ്ട് നിങ്ങളുടെ കുറെ പൈസ നഷ്ടപ്പെടും. അതിനേക്കാൾ ഏറ്റവും നല്ലത് ഈ ബാക്കിയുള്ള 40% കാഴ്ച കൊണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം പരിചയമുള്ള സ്ഥലങ്ങൾ, അതായത് വീടിനടുത്തൊക്കെയുള്ള സ്ഥലങ്ങളൊക്കെ നടന്ന് പരിശീലിച്ച ആരുടെ സഹായമില്ലാതെ സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് 3 മാസത്തെ ഒബ്സർവേഷന് വേണ്ടി എന്നെ വീട്ടിലേക്ക് വിട്ടു. ഞാൻ വീട്ടിൽ കടന്നു വരുന്ന വഴി ഞാൻ അനുഭവിച്ചൊരു ആ ഒരു വേദന അതെങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് എനിക്കറിയില്ല. കാരണം 22 വയസ്സ് വരെ എല്ലാം ആസ്വദിച്ച് ലോകത്തെ നന്നായി ആസ്വദിച്ചൊക്കെ ജീവിച്ചിട്ട് പെട്ടെന്ന് ജീവിതം മുഴുവൻ ഇരുണ്ടു പോകുന്ന ഒരവസ്ഥ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാ. ഒരു കറുത്ത കണ്ണടയും അന്ധന്മാര് നടക്കുന്ന ഒരു വടിയും തന്നിട്ട് ഡോക്ടർ എന്നോട് പറഞ്ഞു പ്രാക്ടീസ് ചെയ്യണം, കഴിയുന്നത്ര പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ആരുടെ സഹായമില്ലാതെ മുന്നോട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് കരുതി. ശരിക്കും ജീവിതത്തിൽ ഞാൻ ഒത്തിരി തകർന്നു പോയൊരു സമയമായി. ഇനി മുൻപോട്ട് ഒരിക്കലും ജീവിക്കത്തില്ലെന്ന് തീരുമാനിച്ച് മടങ്ങി വന്ന യാത്രയിൽ 2 തവണ ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ചു. പക്ഷേ എന്തുകൊണ്ടോ ആ സമയത്തൊന്നും എനിക്കതിന് കഴിഞ്ഞില്ല. ഒരു പക്ഷെ ധൈര്യമില്ലാഞ്ഞത് കൊണ്ടാവാം, അത് കഴിഞ്ഞില്ല. ഞാൻ അതിനുശേഷം വീട്ടിൽ കടന്നു വന്നു. ആ സമയത്ത് എന്നെ വളരെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ 2 സുഹൃത്തുക്കളുണ്ട്. എന്നും രാവിലെ വൈകിട്ടും ഒക്കെ എൻ്റെ കൂടെ ഇരിക്കും. ഒരു ദിവസം രാത്രി പോകാൻ നേരം എന്നോട് പറഞ്ഞു, എന്തെങ്കിലും ആവശ്യമുണ്ട് നീ എന്നെ വിളിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചാൽ ഞാൻ എങ്ങനെയാണ് നിന്നെ വിളിക്കുക? എൻ്റെ കയ്യിലിരുന്ന ഫോൺ എടുത്ത് എൻ്റെ കയ്യിൽ തന്നിട്ട് അവനോട് പറഞ്ഞു, ഈ ഫോണിൻ്റെ 5ാമത്തെ നമ്പർ ആ ബട്ടണിൽ 2 ഇതുണ്ട് ഇൻഡിക്കേഷൻ പോലെ, അതെന്തിനാണെന്നറിയാമോ? കണ്ണ് കാണാത്തവർക്ക് അത് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമ്പർ ഡയൽ ചെയ്യാൻ വേണ്ടി അങ്ങനെ കൊടുത്തേക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ 3 മാസം ഞാൻ പൂർണ്ണ അന്ധനായി എൻ്റെ വീട്ടിലിരുന്നു. അങ്ങനെ ഒരു ദിവസം എൻ്റെ ഒരു സുഹൃത്ത് വഴിയാണ് ഇങ്ങനെ ഒരു ആരാധന പത്തനംതിട്ടയിൽ ഉണ്ടെന്ന് അറിഞ്ഞു. അനിയനും മമ്മിയും അന്ന് ഞങ്ങൾ കടന്നു വന്ന് എന്നെ പിടിച്ചുകൊണ്ട് അകത്ത് വന്നു. കാല് വെക്കുമ്പം ഞാൻ പെട്ടെന്ന് കേട്ടു ദേവദാസൻ ഇങ്ങനെ വിളിച്ചു പറയുന്നു, 2 കണ്ണും കാണാത്തൊരു യൗവനക്കാരൻ്റെ ഇതിന്റെ മധ്യ കൊണ്ട് യേശു അവനെ ഇപ്പൊ സൗഖ്യമാക്കുക. ചില നിമിഷങ്ങൾക്ക് ശേഷം കർത്തദാസൻ വന്നിട്ട് എൻ്റെ തോളിൽ ഇങ്ങനെ കൈയിട്ടിട്ട് എന്നോട് ചോദിച്ചു,
നിനക്ക് വിശ്വാസമുണ്ടോ യേശു നിന്നെ സൗഖ്യമാക്കുമെന്ന്? ഞാൻ ഉണ്ടെന്ന് മാത്രം പറഞ്ഞു. സഭയോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് എന്നോട് ഇപ്രകാരം പറഞ്ഞു. ചില നാളുകൾക്ക് ശേഷം, ഒരു സമയം കഴിയുമ്പോൾ, രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലോട്ട് മാറി 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 നീ യാത്ര ചെയ്യുന്നത് പോലെ ഒരു സാഹചര്യം ചെയ്യുമെന്ന് നിന്റെ ജീവിതത്തിലും കുറെ അനുഗ്രഹത്തിന്റെ ദൂതൊക്കെ പറഞ്ഞു. ഞാൻ മനസ്സിലിങ്ങനെ പറഞ്ഞു, കണ്ണുപൊട്ടനാകുമെന്ന് എല്ലാവരും വിധി എഴുതി ഞാനിവിടെ വന്നതാ. എനിക്കെങ്ങും പോയില്ലെങ്കിലും ഇത്തിരി വെട്ടം കാണാൻ തക്കൊണ്ട് ഒരു ഇച്ചിരി കാഴ്ച മാത്രം മതി എന്ന് എൻ്റെ ഉള്ളിൽ ഞാൻ ദൈവത്തോട് പറഞ്ഞു. അന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അന്നത്തെ ആരാധനയിൽ, ആ പ്രാർത്ഥനയിൽ യേശു എന്നെ സൗഖ്യമാക്കി. ഹല്ലേലൂയ. ഒന്ന് കരം ഉയർത്തി ദൈവത്തിന് ഹല്ലേലൂയ പറഞ്ഞേ. നമ്മുടെ യേശു അത്ഭുതത്തിന്റെ ദൈവമാണ്. പ്രിയരെ, അന്ധതയിൽ നിന്ന് ഈ നിലയിൽ വരെ കൊണ്ടുവന്നൊരു ദൈവം. അന്ധനാകുമെന്ന് പറഞ്ഞവൻ ഷിപ്പേൽ നോർവേക്ക് പോവാ. ഇനി നിങ്ങൾക്കറിയാം, ഏറ്റവും കൂടുതൽ ടെസ്റ്റ് നടക്കുന്നത് ഷിപ്പേല. ഏറ്റവും കൂടുതൽ ടെസ്റ്റ് നടക്കുന്നത് അവൻ എല്ലാ ടെസ്റ്റിലും പാസ്സായി. അവൻ മെഡിക്കലി പാസ്സായി. 100% അവൻ മെഡിക്കലിൽ ഫിറ്റ് ആണ്. നമ്മുടെ യേശു അത്ഭുതത്തിന്റെ ദൈവമാണ്. അമ്മ ശരിക്കും പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയായിരുന്നു. ജീവിതകാലം മുഴുവൻ ഞാൻ അവൻ്റെ കരം പിടിച്ച് നടക്കണമെന്നൊരു ഭാരമായിരുന്നു എൻ്റെ ജീവിതത്തിലുണ്ട്. അവൻ എന്നോടൊരു അടുക്കളയിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ എന്തിനാ ഞാൻ ഇനി ജീവിക്കുന്നത്, ഞാനങ്ങ് മരിച്ചാലോ? ഞാൻ പറഞ്ഞു, കുഞ്ഞെ, അതൊന്നും ഒരു പരിഹാരമല്ലത്, എൻ്റെ കർത്താവ് വിടുവിക്കും എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഇവിടെ ആരാധനയ്ക്ക് കടന്നു വരുന്നത്. ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്ന സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ വയ്യ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ ഞങ്ങൾ യേശുവിൻ നാമത്തിൽ ഈ TV സ്ക്രീനിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കായി സ്തോത്രം. കർത്താവ്, രോഗം കൊണ്ട് തകരുന്ന, പ്രതിസന്ധികൾ കൊണ്ട് തകരുന്ന കുടുംബത്തിൽ ഈ പകൽ യേശുവിൻ നാമത്തിനൊരു സൗഖ്യം വ്യാപരിക്കട്ടെ. അധികാരത്തോടെ എത്ര ശ്രമിച്ചിട്ടും മുന്നോട്ട് പോകാൻ കഴിയാത്ത കുടുംബത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ഉണ്ടാകട്ടെ. ക്യാൻസറുകൾ മാറിപ്പോകട്ടെ, ട്യൂമറുകൾ മാറിപ്പോകട്ടെ. ദൈവത്തിൻ്റെ മഹത്വം ഓരോ കുടുംബത്തിലും വ്യാപരിപ്പാൻ ദൈവം സഹായിക്കണം. ഹാർട്ടിൻ്റെ ബ്ലോക്കുകൾ യേശുവിൻ നാമത്തിൽ മാറട്ടെ. സിവിയർ ആസ്മകൾ മാറട്ടെ. മദ്യപാനത്തിൽ തകർന്നുപോയ കുടുംബങ്ങൾ യേശുവിൻ നാമത്തിൽ മടങ്ങി വരട്ടെ. ഡൈവോഴ്സിന് വേണ്ടി കാത്തിരിക്കുന്ന കുടുംബങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ഉണ്ടാകട്ടെ. എല്ലാ കുടുംബങ്ങളുടെയും കർത്താവ് അനുഗ്രഹിക്കണം. ഇത് ലോകവ്യാപകമായി ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന, തകർച്ച അനുഭവിക്കുന്ന എല്ലാ കുടുംബത്തിലും ദൈവത്തിൻ്റെ പ്രവൃത്തി ഉണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ അവർക്കെതിരെയുള്ള എല്ലാ ബന്ധനങ്ങളെ ഞങ്ങൾ ശാസിക്കുന്നു. എല്ലാ ആഭിചാരങ്ങളെ ഞങ്ങൾ ശാസിക്കുന്നു. എല്ലാ ശാപങ്ങളും മാറിപ്പോകട്ടെ. കർത്താവ് അത് ചെയ്യുന്നതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. കുടുംബത്തിലെയും സമൂഹത്തിലെയും മിക്ക പ്രശ്നങ്ങളുടെയും മൂലകാരണം ലഹരി ആസക്തിയാണ്. മദ്യം കുറ്റകൃത്യങ്ങളുടെ താക്കോലാണെന്നും പുകവലി മരണത്തിലേക്കുള്ള പുകച്ചുരുളുകളാണെന്നും മയക്കുമരുന്ന് മരുന്നല്ല, അത് മരണം വിതയ്ക്കുന്നതാണെന്നുമുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം എന്ന ലക്ഷ്യത്തോടുകൂടെ എലോഹീം ഗ്ലോബൽ വർഷിപ്പ് സെന്റർ പാസ്റ്റർ ബിനു വാഴമുട്ടത്തിന്റെ നേതൃത്വത്തിൽ ഇടുക്കി ജില്ലയിൽ ലഹരി വിരുദ്ധ സന്ദേശ റാലി 2016 ആണ്ട് ഡിസംബർ മാസം 12-ാം തീയതി രാവിലെ 10 മണി മുതൽ കുട്ടിക്കാനത്ത് നിന്ന് ES വിജിമോൾ MLA ഉദ്ഘാടനം ചെയ്യുകയും എക്സൈസ് വകുപ്പ് സർക്കിൾ ഇൻസ്പെക്ടർ സലീം അവറുകൾ ഫ്ലാഗ് ഓഫ് ചെയ്യുകയും മുഖ്യ ആശംസകൾക്കായി മതരാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർ പങ്കെടുക്കുന്നു. തുടർന്ന് ഏലപ്പാറ, ചപ്പാത്ത്, വണ്ടിപ്പെരിയാർ, പീരിമേട് എന്നീ സ്ഥലങ്ങളിലൂടെ കടന്നുപോകുകയും പാമ്പനാറിൽ വെച്ച് സമാപന സമ്മേളനം നടത്തപ്പെടുന്നു. പ്രസ്തുത സമ്മേളനത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ് സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു. പുകഞ്ഞു തീരുന്ന കോശങ്ങൾ, ദ്രവിച്ചു തീരുന്ന കരൾ, തകർന്നു പോകുന്ന കുടുംബ ബന്ധങ്ങൾ, ഉണരേണ്ട പ്രായത്തിൽ മയങ്ങുന്ന ബോധം, ലഹരിയുടെ അടിമത്വത്തിൽ നിന്നും പുതുജീവന്റെ സാധ്യതകളിലേക്ക് വഴി തുറക്കാൻ നമുക്ക് ഒരുമിച്ച് അണിചേരാം. ലഹരി വിമുക്തമായ ഒരു ഭാരതം സ്വപ്നം കാണാം. പാപത്തിന്റെ അന്ധകാരത്തിൽ തകരുന്ന യൗവനക്കാരോട് ഞങ്ങൾ പറയുക,
ജീവിതം യേശു കർത്താവിന് വേണ്ടി ഒഴിഞ്ഞു വെക്കൂ. നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകട്ടെ. നിങ്ങളെ ഓർത്ത് കരയുന്ന ഒരുപറ്റം ആളുകളുണ്ട്. ഞങ്ങളോടുകൂടെ ഒരുമിച്ച് അണിനിരുന്ന മത സാംസ്കാരിക നേതാക്കന്മാരല്ല ഒരുമിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്: മതത്തിനോ ജയിലിനോ തത്വസംഹിതകൾക്കോ തീർത്ഥാടനങ്ങൾക്കോ ഇവിടുത്തെ സംവിധാനങ്ങൾക്കോ ഒന്നും മനുഷ്യനെ മാറ്റാൻ കഴിഞ്ഞില്ല. പക്ഷെ മാറ്റാൻ കഴിഞ്ഞ ഏക സത്യഗ്രന്ഥമാണ് വിശുദ്ധ വേദപുസ്തകം. ഞാൻ 20 ദിവസം കൊണ്ട് വെള്ളാടിക്ക മദ്യപാനാണ്. ഞാൻ അറിയപ്പെടുന്ന കാത്തലിക് മെയിൻ കുക്കാണ്. ഇവിടെയാണ് പക്ഷേ അവിടെ കണ്ടപ്പോൾ എന്നൊക്കെ ഇപ്പൊ കഴിച്ച മതി കഴിക്കും. ആത്മീക ആരാധനകൾക്കും വിടുതലിൻ ശുശ്രൂഷകൾക്കുമായി എല്ലാ ഞായറാഴ്ചയും രാവിലെ 9:30 മണി മുതൽ 1 മണി വരെ പത്തനംതിട്ട സന്തോഷ് ജംഗ്ഷന് സമീപം റോയൽ എൻഫീൽഡ് ഷോറൂമിന്റെ 1-ാം നിലയിൽ ആത്മീക ആരാധനകൾ നടത്തപ്പെടുന്നു. ഏവരെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. എല്ലാ ചൊവ്വാഴ്ചകളിലും പത്തനംതിട്ട കോളേജ് റോഡ് മണ്ണിൽ റീജൻസിയിൽ വെച്ച് രാവിലെ 10 മണി മുതൽ 1 മണി വരെ വിടുതലിൻ ശുശ്രൂഷകൾ നടത്തപ്പെടുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി 0468 222 0207 എന്ന നമ്പറിലോ 9446115091 എന്ന നമ്പറിലോ 9207737502. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 9423230207. Our website address www.elohimgwc.com. ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളുമായി ബന്ധപ്പെടേണ്ട നമ്പർ 9446115091.